കുറച്ചു കാലത്തെ തയ്യാറെടുപ്പിന് ശേഷമാണ് ഇന്ന് ഒരു സ്പെഷ്യൽ ബോർഡ് കൂടിയത്. ബോർഡ് എല്ലാ ആഴ്ചയും കൂടുന്നുണ്ട്, പക്ഷേ ശബരിമലയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഉള്ളൊരു സ്പെഷ്യൽ ബോർഡാണ് ഇന്ന് കൂടിയത്. ബോർഡ് കൂടാൻ എളുപ്പമാണെങ്കിലും അതിൻ്റെ അജണ്ട തയ്യാറാക്കി തീരുമാനങ്ങൾ ശുപാർശകളായി ഇന്ന് കൊണ്ടുവന്ന് കുറേയേറെ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ സാധിച്ചു. ഇത് മുഴുവനായിട്ടില്ല, ഇനിയും ഒരുപാട് തീരുമാനങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. എങ്കിലും ശബരിമല തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അനുഭവങ്ങളിലുണ്ടായിട്ടുള്ള പോരായ്മകൾ, കുറവുകൾ, അന്വേഷണങ്ങൾ അതൊക്കെ പരിഹരിച്ച് അതിനൊക്കെ എന്തു ചെയ്യാം എന്ന തരത്തിൽ പരിഹാരമുണ്ടാക്കിക്കൊണ്ട് ഉള്ള ചില തീരുമാനങ്ങളാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ഇത് കോംപ്രഹെൻസീവ് അല്ല, ഇനിയും തീരുമാനങ്ങൾ വരാനുണ്ട്. എങ്കിലും ഇന്ന് നമ്മളെടുത്ത തീരുമാനങ്ങൾ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. 3 കാര്യങ്ങളിൽ ഊന്നിയാണ് ഈ എല്ലാ തീരുമാനങ്ങളെയും നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന്, ശബരിമലയിലെ ശുചിത്വം, ശബരിമലയിലെ പ്രവർത്തനങ്ങളുടെ സുതാര്യത. 3, ശബരിമലയിലെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത. അപ്പോൾ ശുചിത്വം, സുതാര്യത, കാര്യക്ഷമത, ഈ 3 പില്ലറിലാണ് ഞങ്ങളുടെ ഈ തീരുമാനങ്ങളെല്ലാം ആരൂഢിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ ഈ തീരുമാനങ്ങൾ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഈ 3 കാറ്റഗറിയിൽ, 3 വെർട്ടിക്കൽസിൽ നിങ്ങൾക്കിതിനെ കാണാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ശബരിമലയിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് തന്നെ ഒരു വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പദ്ധതിക്ക് നമ്മളും കിറ്റ്ഫ്രൈയുമായി ധാരണാപത്രം ഒപ്പിടുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളുടെയും ഡിജിറ്റൈസേഷൻ കഴിഞ്ഞ് ശബരിമലയിൽ ചെയ്താൽ പോരാ, നേരെ മറിച്ച് ഈ വർഷം തന്നെ ഈ ഡിജിറ്റൈസേഷൻ്റെ പൂർണ്ണമായ പ്രയോജനം ശബരിമലയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കിട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ ശബരിമല തീർത്ഥാടനത്തിൻ്റെ നടത്തിപ്പ് എല്ലാ മേഖലകളിലും ഡിജിറ്റൈസേഷൻ കൊണ്ടുവന്നുകൊണ്ട് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും ശബരിമല തീർത്ഥാടനത്തിൻ്റെ കാര്യത്തിൽ. ഇൻ ദ മാറ്റർ ഓഫ് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും, വഴിപാട് ബുക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും, റൂം ബുക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും, സാലറിയുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ പരമാവധി എന്ന് പറഞ്ഞാൽ 99% ഡിജിറ്റൽ പേയ്മെൻറ്റേ സ്വീകരിക്കുന്നുള്ളൂ. ഒറ്റപ്പെട്ട കേസുകൾ വന്ന് എന്തെങ്കിലും ചെയ്യണം, അതല്ലാതെ ടോട്ടലി ഡിജിറ്റൽ പേയ്മെൻറ്റിലേക്ക് പോവുകയാണ് ശബരിമല, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിലേക്ക്. ഇതാണ് ഏറ്റവും ദൂരവ്യാപകമായിട്ടുള്ള ഒരു തീരുമാനം. 2, അവിടെ എല്ലാം കൂടി 600-ലേറെ മുറികളുണ്ട്, 690ഓളം മുറികളുണ്ട് ശബരിമലയിൽ. ഈ മുറികളിൽ കേവലം 190 മുറിയാണ് ഓൺലൈനിൽ ഈ വർഷങ്ങളിലൊക്കെ തീർത്ഥാടകർക്ക് കിട്ടിയിട്ടുള്ളത്. കുറേ മുറികൾ വകുപ്പുകൾ കൈവശം വച്ചിട്ടുണ്ട്, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ കൈവശം വച്ചിട്ടുണ്ട്, പലതും വെച്ചിട്ടുണ്ട്. ആർക്കും അറിഞ്ഞുകൂടാത്ത ആളും കൈവശം വെച്ചിട്ടുണ്ട്. ഏതായാലും ഞങ്ങളൊരു വലിയ കണക്കെടുത്തിട്ട്, കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല, ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു കണക്കെടുത്തിട്ട് ഈ 690 മുറികളിൽ ഏതാണ്ട് 550 മുറികളും തീർത്ഥാടകർക്കായി ലഭ്യമാക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ തീരുമാനം. അതായത് ആവശ്യമില്ലാതെ കൈവച്ചിരിക്കുന്നവരുടെയൊക്കെ മുറി എടുക്കുകയും 550ഓളം മുറികൾ ലഭ്യമാക്കുമെന്ന് മാത്രമല്ല, അവിടെ ഈ എല്ലാ മുറിയും ഓൺലൈനിലൂടെ മാത്രമായിരിക്കും ബുക്കിംഗ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ശബരിമല ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപകീർത്തി ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യം ഈ വാങ്ങിക്കുന്ന ഡെപ്പോസിറ്റ് തുക മടക്കി കൊടുക്കുന്നതിനകത്തുള്ള കാലതാമസം. ഒരുപാട് നല്ലൊരു തുക ഡെപ്പോസിറ്റായിട്ട് വാങ്ങിക്കുകയും അത് സമയത്തിന് മടക്കി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആരോപണങ്ങൾക്കും മനപ്രയാസത്തിനും കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ബോർഡ് തീരുമാനിച്ചത് ഡെപ്പോസിറ്റ് വേണ്ട, പക്ഷേ 12 മണിക്കൂർ നേരത്തേക്ക് എടുക്കുന്ന മുറിയുടെ തുക അഡ്വാൻസായിട്ട് കൊടുക്കണം. വന്നില്ല എങ്കിൽ 5 ദിവസത്തിന് മുമ്പ് പറഞ്ഞാൽ വീൽ റീഫണ്ട് ദി എമൗണ്ട്, എന്തോ ഒരു ചെറിയ അത് നോക്കണം, എത്ര ഒരു 10% റീറ്റെയിൻ ചെയ്തിട്ട് ബാക്കി കൊടുക്കും. 5 ദിവസത്തിന് ശേഷമാണെങ്കിൽ കുറച്ചുകൂടെ ലാർജർ എമൗണ്ട് വിൽ ബി ലോസ്റ്റ്. അങ്ങനെ ഒരു രീതിയിലേക്ക് പോവുകയാണ്. ഡെപ്പോസിറ്റ് ഇല്ല, പക്ഷേ 50 രൂപ നമ്മൾ സർവീസ് ചാർജായിട്ട്, നോൺ റീഫണ്ടബിൾ സർവീസ് ചാർജായിട്ട് എടുക്കും. അങ്ങനെ എടുക്കുന്നത് സർവീസ് വർദ്ധിപ്പിക്കാൻ തന്നെയാണ് എന്നുള്ളത് അടുത്ത തീരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം, അവിടെ വന്നിട്ടുള്ളവർക്കറിയാം, ശബരിമലയിൽ ഹൗസ് കീപ്പിംഗ് എന്നൊരു സംവിധാനമില്ല. ഒരാൾ മുറി ഉപയോഗിച്ച് പോകുന്നു, അടുത്തയാൾക്ക് കൊടുക്കുന്നു. അത് മാറ്റിയിട്ട് നമ്മൾ ശബരിമലയിലെ ഈ 550 മുറികളുടെയും ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൻ്റെയും ഒക്കെ തന്നെ ഹൗസ് കീപ്പിംഗ് ഔട്ട്സോഴ്സ് ചെയ്യണം.
ഹൗസ് കീപ്പിംഗ് ഔട്ട്സോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇന്ന് അംഗീകരിച്ചു. അതായത് 2 കോടി രൂപ മിനിമം വരുമാനം ഉണ്ടായിരിക്കണം ആ കമ്പനിക്ക്, അവർക്ക് ആവശ്യത്തിന് ജീവനക്കാരുണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ 550 മുറികളുടെയും ഹൗസ് കീപ്പിംഗ് അവർ നടത്തും. എന്ന് പറഞ്ഞാൽ കട്ടിലും മെത്തയൊക്കെ ഉള്ള മുറിയാണെങ്കിൽ അത് ബെഡ്ഷീറ്റ് മാറ്റുക, തലയണ മാറ്റുക, ക്ലീൻ ചെയ്യുക തുടങ്ങി എല്ലാ കാര്യത്തിലും ആ ഏജൻസിയുടെ ചുമതലയായിരിക്കും ഈ മുറികളുടെ ശുചിത്വവും ക്ലെൻലിനെസ്സും ഒക്കെ ഉറപ്പുവരുന്നത്. അപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതോടുകൂടി നമുക്കതിൻ്റെ ഈ വരുന്ന പിൽഗ്രിംസിന് മുറിയുടെ എക്സ്പീരിയൻസ് നന്നാവും എന്ന് ഉറപ്പ് വരുത്താൻ ഞങ്ങൾക്ക് സാധിക്കും. മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, നമ്മൾ തീരുമാനിച്ചു. അതായത് സാധാരണ അവിടെ ഈ അക്കോമഡേഷൻ വലിയ വിഷയമാണ്. പലരും എവിടെയെങ്കിലുമൊക്കെ വിരിവയ്ക്കുകയാണ്. മുറി വേണമെന്നുള്ളവർക്ക് വളരെ ഇന്നഡക്വേറ്റ് മുറിയാണ്. കാരണം 80,000, 90,000, 1,00,000 പേര് വരുന്നിടത്താണ് ആകെ ഞങ്ങൾക്ക് 600 മുറിയുള്ളത്. അത് തന്നെ എല്ലാവർക്കും കിട്ടുന്നില്ല. അപ്പോൾ ഒരു VIP-കളും ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ആകെയുള്ളതൊരു ശബരി ഗസ്റ്റ് ഹൗസാണ്. അവിടെ 57 മുറിയാണ് ആകെയുള്ളത്. അപ്പോൾ അവിടെ ഈ ഹൈ പവർ കമ്മിറ്റി അക്കോമഡേഷൻ സോൺ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ശബരി ഗസ്റ്റ് ഹൗസിനോട് അതിൻ്റെ തെക്ക് വശത്തായിട്ട് ഹൈ പവർ കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വിധേയമായും ഹൈക്കോടതിയുടെ അനുമതിക്ക് വിധേയമായും 60 മുറികളുള്ള ഒരു പുതിയ ഗസ്റ്റ് ഹൗസ് സ്ഥാപിക്കണമെന്ന് തത്വത്തിൽ നമ്മളിന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഡിസൈനൊക്കെ അപ്രൂവ് ചെയ്തെങ്കിലും ടെൻറ്റേറ്റീവ്ലി. ഇനിയിപ്പോൾ അംഗീകാരത്തിന് പോയിട്ട് ഒരു അക്രഡിറ്റഡ് ഏജൻസിയെ കൊണ്ട് എത്രയും പെട്ടെന്ന് അത് ചെയ്തെടുക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ശ്രമം ആരംഭിക്കുകയാണ്. പിന്നുള്ളത് ബോർഡ് ഇതിന് വേറെ മറ്റൊരു കാര്യം. ഈ ശബരിമല സീസൺ അങ്ങോട്ട് തുടങ്ങിക്കഴിയുമ്പോൾ പലതരത്തിലുള്ള വിളികളും റിക്വസ്റ്റുകളും ഒക്കെയാണ് വരുന്നത്, പരാതികൾ. ഇതൊന്നും ഇപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ ഞങ്ങളുടെ സംവിധാനം പോരാ. അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നവംബർ 1 തീയതി മുതൽ ജനുവരി 30 തീയതി വരെ, നവംബർ, ഡിസംബർ, ജാനുവരി 90 ദിവസം 24/7 പ്രവർത്തിക്കുന്ന ഒരു ശബരിമല ഫെസ്റ്റിവൽ കൺട്രോൾ റൂം ഈ ദേവസ്വം ബോർഡ് പ്രമിസസിൽ പ്രവർത്തിക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കും. അത് ഒരു ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ 24/7 പ്രവർത്തിക്കുന്ന ഒരു ശബരിമല ഫെസ്റ്റിവൽ കൺട്രോൾ റൂം ദേവസ്വം ബോർഡ് നന്തൻകോടുള്ള ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പ്രവർത്തിക്കും. അതുവഴി ഞങ്ങൾക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന റിയൽ ടൈം കാര്യങ്ങൾ അറിയാൻ പറ്റും, പരാതികൾ പരിഹരിക്കാൻ പറ്റും, ശബരിമലയുടെ സ്ഥിതി എന്താണെന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റും. AI ക്യാമറയൊക്കെ വരികയാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്രമീകരിക്കാനും നിയന്ത്രിക്കാനും സാധിക്കത്തക്ക രീതിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ മാനേജ്മെൻറ്റ് ആൻഡ് കണ്ടക്ട് ഓഫ് ദ ഫെസ്റ്റിവലിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി വരുമ്പോഴത്തേക്ക് ഇടത്താവളങ്ങൾ എന്നൊരു ഇന്നലെ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞാണ്. ഇടത്താവളങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ നടത്തിയ ഇടത്താവളങ്ങളെ പറ്റി ഒരുപാട് പരാതിയാണ്. വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലാതെ കുറേ ഇടത്താവളങ്ങൾ സ്ഥാപിച്ചു. അത് മാറ്റിയിട്ട് പലയിടത്തും ഇപ്പോൾ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്ര ഉപദേശക സമിതികളോ വോളണ്ടറി സംഘടനകളൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ നടത്തിക്കോട്ടെ. പക്ഷെ ബോർഡ് നേരിട്ട് നടത്തുന്ന കുറച്ച് എണ്ണമുണ്ടെങ്കിലും കുറ്റമറ്റ ഇടത്താവളങ്ങൾ സ്ഥാപിക്കും. അഥവാ ഞങ്ങളുടെ ഇടത്താവളങ്ങൾ കുറ്റമറ്റതായിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഭക്ഷണമുണ്ടായിരിക്കും, ടോയ്ലറ്റ് ഉണ്ടായിരിക്കും, വിരിവയ്ക്കാൻ സ്ഥലമുണ്ടായിരിക്കും, പാർക്കിംഗ് ഉണ്ടായിരിക്കും. ഇതെല്ലാമുള്ള സ്ഥലങ്ങളിൽ മാത്രം ദേവസ്വം ബോർഡ് കുറ്റമറ്റ രീതിയിലുള്ള ഇടത്താവളങ്ങൾ നടത്തും. പിന്നെ ദേവസ്വം ബോർഡ് അവിടെ അല്ല, ഇപ്പോൾ നമ്മൾ മരാമത്തിൻ്റെ പണികളൊക്കെ ആരംഭിച്ചിരിക്കുകയാണെന്ന് നമ്മൾ ടെൻഡറൊക്കെ പബ്ലിഷ് ചെയ്തിട്ട് ഇനിയും ടെൻഡറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ ശബരിമലയിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാം ലാസ്റ്റ് മിനിറ്റിൽ കൊണ്ടൊരു ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്നൊക്കെ ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട്. ഏതായാലും ഇപ്രാവശ്യം മുതൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. അവിടെ ടെൻഡറുകൾ നേരത്തെ നടത്തുന്നതെന്ന് മാത്രമല്ല, ഞങ്ങളുടെ സ്റ്റാഫിനും പ്രൊട്ടക്ഷൻ വേണം, കരാറുകാർക്കും പ്രൊട്ടക്ഷൻ വേണം. അതുകൊണ്ട് ഒരു ടെക്നിക്കൽ ക്വാളിറ്റി ഓഡിറ്റ് ടീം എന്ന് പറഞ്ഞ ഒരു ടീമിനെ നമ്മൾ സജ്ജീകരിക്കും. ഒരു ഇൻഡിപെൻഡൻറ്റ് ടീം, ഇവിടെ ഉള്ളവരല്ല, പുറത്തുനിന്ന് റിട്ടയർ ചെയ്തവരോ വളരെ ഇൻറ്റഗ്രിറ്റി ഉള്ളതായിട്ട് പേര് കേട്ടവരോ ആയിട്ടുള്ള 3 എഞ്ചിനീയേഴ്സ് അടങ്ങുന്ന ഒരു റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ, ഒരു റിട്ടയർഡ് സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, റിട്ടയർഡ് ഒരു സൂപ്രണ്ടിങ് എഞ്ചിനീയർ ലെവലിലുള്ള സിവിൾ, അങ്ങനെ 3 പേരടങ്ങുന്ന ഒരു ടീമിനെ നമ്മൾ ശബരിമലയിൽ നടക്കുന്ന സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ വർക്കുകളുടെ ക്വാളിറ്റി ഓഡിറ്റ് ചെയ്ത് തരാനായിട്ട് നിയോഗിക്കും. ഇത് ശബരിമലയിലെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കും. അല്ലാതെ ഈ ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് പരാതികൾ കടകൊടുക്കുക എന്നുള്ളതല്ല. ഇറ്റ് വിൽ ബി മെയ്ഡ് മോർ അക്കൗണ്ടബിൾ ത്രൂ എ ക്വാളിറ്റി അഷുറൻസ് ഓഡിറ്റ് ടീം. കുറച്ചു കാലമായിട്ട് ശബരിമലയിൽ ശബരി തീർത്ഥം അഥവാ അതിന് തീർത്ഥക്കുളമില്ല. അവിടെ ഭസ്മക്കുളം എന്ന് പറഞ്ഞ തീർത്ഥമല്ല. കാരണം അത്
വാസ്തുപരമായി ഏറ്റവും തെറ്റായ സ്ഥാനത്താണ് ഭസ്മക്കുളം പ്രവർത്തിക്കുന്നത്. കിഴക്ക് വടക്കേ മൂലയിലാണ് ഏത് ക്ഷേത്രത്തിൻ്റെയും തീർത്ഥം. പത്മതീർത്ഥം എന്തുകൊണ്ടാണ് കിഴക്ക് വടക്ക് മൂലയിൽ? അത് ആ ക്ഷേത്രത്തിന് ആനുപാതികമായിട്ട് അവിടെയാണ് വരേണ്ടത്. ശബരിമലയിൽ ഇതിനു മുമ്പ് ഇത് വേണമെന്നൊക്കെ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞെങ്കിലും കഴിഞ്ഞ വർഷമൊക്കെ അത് നടത്താൻ ശ്രമിച്ചെങ്കിലും പല കാരണങ്ങളാൽ നടന്നില്ല. ഇപ്രാവശ്യം നമ്മൾ ഏതായാലും അത് വാസ്തുവിദ്യാ ഗുരുകുലത്തിനെ ഒരു കൺസൾട്ടൻ്റായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് വാസ്തുക്കാരെയും എക്സ്പേർട്സിനെയൊക്കെ ഒന്നും കൂടി കൺസൾട്ട് ചെയ്തിട്ട് എത്രയാണ് ഏറ്റവും മിനിമം സൈസിൽ അവിടെ കുളം ഉണ്ടാകേണ്ടത് അത് ഉണ്ടാക്കാനും ദേവസ്വം ബോർഡ് നേരിട്ട്, അതിന് സ്പോൺസറൊന്നും വേണ്ട. ഭഗവാൻ തീർത്ഥക്കുളം ഉണ്ടാക്കാൻ ബോർഡിന് സ്പോൺസറിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ നേരിട്ട് വാസ്തുവിദ്യാ ഗുരുകുലത്തിന് ഒരു കൺസൾട്ടൻ്റാക്കി വെച്ചുകൊണ്ട് അടിയന്തരമായിട്ട് ആ പ്രവൃത്തികൾ ഏറ്റെടുക്കാനാണ് തീരുമാനം. സന്നിധാനത്താണ്. സന്നിധാനത്ത് തീർത്ഥമില്ലാത്ത ക്ഷേത്രമാണല്ലോ അത്. ഭസ്മക്കുളവിൻ്റെ തീർത്ഥമല്ല. അതോടുകൂടി എല്ലാ ഞങ്ങളുടെ ദുര്യോഗങ്ങളും മാറിക്കിട്ടും എന്നും കൂടിയാണ് എൻ്റെ വിശ്വാസം. ഇനി മറ്റൊന്ന് നമ്മൾ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് കൊച്ചിയിൽ വെച്ചിട്ട് ഒരു AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ക്യാമറകളെ പറ്റിയും അതിനെപ്പറ്റിയൊക്കെ ഒരു ചർച്ച നടത്തിയിരുന്നു പൊതുവായിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് അംഗീകരിച്ചിട്ട് ഒരു പ്രപ്പോസൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് വിശദമായിട്ട് നമ്മൾ പരിശോധിച്ചിട്ടില്ല, ഇന്ന് കിട്ടിയതേ ഉള്ളൂ. പക്ഷേ തത്വത്തിൽ അത് അംഗീകരിച്ചു, നടപ്പിലാക്കണം. പക്ഷേ എങ്ങനെ നടപ്പിലാക്കണം അത് കുറച്ചുകൂടെ പരിശോധിക്കണം. അത് ഫസ്റ്റ് ഫേസിൽ തന്നെ 17 കോടി രൂപയാണ് പറയുന്നത്. അത് ഞങ്ങൾക്ക് അത്രയും പൈസ ഉണ്ടോ, അത് സ്പോൺസറെ കണ്ടുപിടിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ആലോചിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ തത്വത്തിൽ അംഗീകരിക്കുകയും ഈ വർഷത്തെ തീർത്ഥാടനത്തിൻ്റെ കൺട്രോള് ആളുകളെ നിയന്ത്രിക്കുന്നതിന് AI ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു AI എനേബിൾഡ് കൺട്രോൾ റൂം പ്രവർത്തിക്കാനും ക്രൗഡ് മാനേജ്മെൻറ്റ് കുറച്ചുകൂടെ ശാസ്ത്രീയമാക്കാനുമുള്ള ധാരണയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇനി എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ളത് നമുക്ക് നോക്കണം. അല്ലല്ല, അത് അവിടുത്തെ ഞാൻ ഈ പറയുന്ന അവിടുത്തെ ആക്ച്വൽ കൺട്രോൾ റൂമാണ്, ക്രൗഡ് കൺട്രോൾ റൂമാണ്. അത് പോലീസിൻ്റെയും മറ്റ് വിഭാഗങ്ങളെല്ലാം കൂടി ഇരുന്നിട്ട് AI ക്യാമറ വെച്ചിട്ട് അതെങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ ചർച്ച ചെയ്തു. ഇപ്പം നിലയ്ക്കൽ നിന്നൊരാളെ വിടുന്നു, കുറച്ച് പേരെ വിടുന്നു. ഇപ്പോൾ KSRTC തോന്നിയ പോലെ ബസ്സിൽ ആളെ കൊണ്ട് അവിടെ വിടും. ശരിക്കും പറഞ്ഞാൽ പമ്പയിൽ ആൾ നിറഞ്ഞു നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് ഇതിൻ്റെ കൺട്രോളും കോർഡിനേഷനും ഇത് റിയൽ ടൈമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്താൽ മരക്കൂട്ടത്ത് എത്ര പേര് നിൽക്കുന്നു, വഴിയിൽ എത്ര പേര് നിൽക്കുന്നു, സന്നിധാനത്തിൻ്റെ സ്ഥിതി എന്താണ്, നിലയ്ക്കലിൻ്റെ സ്ഥിതി എന്താണ്, ഇത് ക്യാമറ തന്നെ പറയും, ഈ സിസ്റ്റം തന്നെ പറയും. ഈ നിങ്ങൾ 30 ബസ് റിലീസ് ചെയ്തോളൂ, ഇവിടെ ഇത്രയും സ്ഥലമുണ്ട്, ഇപ്പോൾ വേണ്ട, ഹാഫ് ആൻ അവർ ഹോൾഡ്. ഇത് നമുക്ക് റിയൽ ടൈം ബേസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾ ആവശ്യമില്ലാതെ ക്യൂ നിൽക്കുന്നതും ബുദ്ധിമുട്ടും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ ടെക്നോളജി അവൈലബിളായ സാഹചര്യത്തിൽ നമ്മുടെ ശബരിമല തീർത്ഥാടനത്തിൻ്റെ മാനേജ്മെൻറ്റിൽ ഇത് ഉപയോഗിക്കാതിരിക്കുന്ന അധാർമികമാണെന്നാണ് നമ്മുടെ വിശ്വാസം. ഇത് പമ്പയിലായിരിക്കും ഇതിൻ്റെ കൺട്രോൾ റൂം എന്ന് പറയുന്നത്. പക്ഷേ നിലയ്ക്കലിലും ക്യാമറ ഉണ്ടാവും. നിലയ്ക്കൽ ക്യാമറ 450 ക്യാമറയാണ് പറഞ്ഞിരിക്കുന്നത്, AI ക്യാമറാസ്. വളരെ ഇൻ്റലിജൻറ്റ് ക്യാമറാസാണ്. പക്ഷേ ഇത് എങ്ങനെയെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടില്ല. ഞങ്ങളിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ കിട്ടിയിട്ടേ ഉള്ളൂ. തത്വത്തിൽ ബോർഡ് അംഗീകരിച്ചു, വിൽ വർക്ക് ഔട്ട് ദ മൊഡാലിറ്റീസ്. പക്ഷേ നടപ്പിൽ വരും. അതെങ്ങനെയെന്നുള്ളത് കൂടുതൽ ചർച്ച ചെയ്യണം. പിന്നെ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സാനിറ്റേഷൻ്റെ കാര്യത്തിന് 3 ബിൻ സിസ്റ്റം പുതിയ പ്രോട്ടോക്കോളൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് പ്ലാസ്റ്റിക് നിരോധനത്തെ പറ്റിയും ഈ പമ്പയിൽ മുണ്ടഴിച്ച് കളയുന്നതിനെ പറ്റിയൊക്കെ ഒരു ബോധവൽക്കരണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ ചില ആരോപണങ്ങളൊക്കെ വന്നല്ലോ. അവിടെ ഈ അഷ്ടാഭിഷേകം നടത്തുന്നത്, ഓരോ സ്വാമിമാർ കൊണ്ട് കൊടുക്കുന്നതൊക്കെ കൊണ്ട് അതെല്ലാം മാറ്റിയിട്ട് ശബരിമലയിൽ പ്രത്യേക സന്നിധാനത്ത് നടക്കുന്ന എല്ലാ വഴിപാടുകളും അവിടുത്തെ സെൻട്രൽ സ്റ്റോറിൽ സാധനങ്ങൾ വാങ്ങി അക്കൗണ്ട് ചെയ്ത് അവിടെ നിന്ന് എടുത്തു കൊടുക്കുന്ന സംവിധാനമേ ഇനി അവിടെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഏതെങ്കിലും സ്വാധീനമുള്ള സ്വാമി കൊണ്ട് നേരിട്ട് നടത്തുന്ന പരിപാടിയൊന്നുമില്ല. അതൊക്കെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ വന്നത്. സോ സെൻട്രൽ സ്റ്റോർ ശക്തിപ്പെടുത്തുകയും ആ എല്ലാ വഴിപാട് സാധനങ്ങളും പാൽ ഉൾപ്പെടെയുള്ള പെരിഷബിൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സെൻട്രൽ സ്റ്റോറിൽ സ്റ്റോക്ക് എടുത്തിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. സോ ദാറ്റ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്നു ഇനി ഉണ്ടാവരുതെന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഇന്ന് നമ്മൾ തീരുമാനിച്ചത് പടിപൂജ. അത് സീസൺ സമയത്തില്ല, സീസൺ അല്ലാത്ത സമയത്ത് മകരവിളക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള മാസപൂജകളിലാണ് പടിപൂജ. അപ്പോൾ 2048 വരെ പടിപൂജ ബുക്ക്ഡാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു ദിവസം ഒരു പടിപൂജയെ അനുവദിക്കുള്ളൂ. 1,30,000 രൂപയോ മറ്റോ ആണ് അതിൻ്റെ. അപ്പോൾ 2048 വരെ ബുക്ക്ഡാണ്. ഇത് കുറച്ച് കാലമായിട്ട് നമ്മുടെ പരിഗണനയിലുള്ളതാണ്. കോടതിയും ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇന്ന് നമ്മൾ തന്ത്രിയുടെ ഒരു അഭിപ്രായമൊക്കെ ചോദിച്ചപ്പോൾ തന്ത്രി പറഞ്ഞു പൂജ ഒന്നേ ഉള്ളൂ, 18 പടിയും പൂജിക്കുക എന്നുള്ളതാണ്. എത്ര പേര് വഴിപാട് രസീതെടുക്കുന്നു എന്നുള്ളത് ബോർഡിന് തീരുമാനിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്ര പേർക്ക് ഇരിക്കാം എന്നുള്ളതൊക്കെ കണക്കാക്കിയിട്ട് 5 പടിപൂജ ടിക്കറ്റുകൾ ഒരു ദിവസം കൊടുക്കാം എന്നാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ തീരുമാനം.
എന്ന് പറഞ്ഞാൽ 2048 വരെ ബുക്ക് ചെയ്തവരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് അഡ്വാൻസ് ചെയ്യാൻ താല്പര്യമുണ്ടോ എങ്കിൽ 2048 ബുക്ക് ചെയ്തവന് ചിലപ്പോൾ 30 കിട്ടും, 30 ബുക്ക് ചെയ്തവന് ചിലപ്പോൾ 28 കിട്ടും. അങ്ങനെ വരുമ്പോൾ ബാക്കി വരുന്ന സ്ലോട്ടുകൾ നമുക്ക് ഇപ്പോൾ തന്നെ കൊടുക്കാൻ സാധിക്കും. ഒരു ദിവസം 5 പൂജ എന്നുള്ളത് ഒരുപാട് ആരോപണങ്ങളും ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും. 5 പേർക്ക് ഇരിക്കാം, 5 കൂട്ടർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരാളുടെ കൂടെ ഒരു 5-6 പേരൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഒരു വലിയ തീരുമാനം ഇന്ന് എടുത്തിരിക്കുകയാണ്. അതെ, അപ്പോൾ അതാണ് ഒരു 10 മാസം കൊണ്ട് ഞങ്ങൾ കണക്കാക്കിയപ്പോൾ തന്നെ സാമ്പത്തികം പറയല്ല, 10 മാസം കൊണ്ട് ഏതാണ്ട് 200 പൂജ നമുക്ക് പുതുതായിട്ട് കൊടുക്കാൻ പറ്റും അഡീഷണലായിട്ട്. ഈ റേറ്റിലൊന്നും വ്യത്യാസമില്ല, അവിടെയൊന്നും ഞങ്ങളൊന്നും തുടങ്ങില്ല. ഇപ്പം നിലവിലുള്ള റേറ്റ്. പിന്നെ ലാസ്റ്റ് പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ വർഷം നമുക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല ഈ മരിച്ചു പോകുന്ന തീർത്ഥാടകർ. അത് പല കാരണങ്ങളാൽ നടന്നില്ല. അത് പക്ഷേ ഒരു റിലീഫ് ഫണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഈ ടിക്കറ്റിൻ്റെ കൂടെ വെർച്വൽ ക്യൂ ടിക്കറ്റിൻ്റെ കൂടെ 5 രൂപ വാങ്ങിച്ചിട്ട് കുറച്ച് പണം ഇവിടെ ഉണ്ട്, ആ പൈസയിൽ നിന്ന് കൊടുക്കാമെന്നായിരുന്നു ഉദ്ദേശം. പക്ഷേ അതെന്തൊക്കെയോ നിയമപരമായിട്ടൊക്കെ പരിശോധിച്ചോ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയാൽ ഇന്ന് ബോർഡ് വളരെ ധീരമായിട്ട് തീരുമാനിച്ചു ആ ഫണ്ടിൽ നിന്ന് ഈ മരിച്ചവരുടെ അപേക്ഷകൾ പരിഗണിച്ചിട്ട് 1 ലക്ഷം രൂപ വെച്ചിട്ട് കൊടുക്കണം. 1 ലക്ഷം രൂപ വീതം, 1 ലക്ഷം രൂപ വെച്ചിട്ട്. 54 പേരോ മറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം മരിച്ചത്. 54 പേരോളം മരിച്ചുപോയി. പൈസയൊന്നും കൊടുത്തിട്ടില്ല, കാരണം ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. ഇതെടുക്കുന്നത് ചില സാങ്കേതിക, ഏതായാലും ഇതും തീർത്ഥാടകർ തന്ന കാശാണ്, മരിച്ചുപോയവർക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഉദ്ദേശിച്ചത്, കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വർഷത്തെ ഇൻഷുറൻസ് LIC വേണ്ടി ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. LIC ഒരു ഓഫർ തരികയാണെങ്കിൽ പ്രീമിയം നമുക്ക് റീസണബിൾ ആണെങ്കിൽ അത് സ്വീകരിക്കും. അല്ല എങ്കിൽ ഈ ഫണ്ടിൽ നിന്ന് തന്നെ ഈ വർഷവും ഇൻഷുറൻസ് കവറേജോ അല്ലെങ്കിൽ അവരുടെ ഇത് ഉണ്ടാവും. ഇതിപ്പോൾ 1 ലക്ഷമേ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ. അടുത്ത LIC ആയിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഡെത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കുറച്ചുകൂടെ ബോധവൽക്കരണം ഉണ്ടെങ്കിൽ, കുറച്ചുകൂടെ മെഡിസിൻസ് അവിടെ അവൈലബിൾ, ചില ദിവസവും കഴിക്കുന്ന മെഡിസിൻസ് കിട്ടാത്തത്, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. പമ്പയിൽ കുറച്ചുകൂടെ അവരെ സ്ക്രീൻ ചെയ്ത് കയറാൻ ഇതൊക്കെയാണ്. ഞാൻ വല്ലതും വിട്ടുപോയെങ്കിൽ സ്ക്രീൻ ചെയ്ത് കയറാൻ ഇതൊക്കെയാണ്. ഞാൻ വല്ലതും വിട്ടുപോയെങ്കിൽ ബഹുമാനപ്പെട്ട മെമ്പർമാർ പറഞ്ഞു, ഞാൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഞാൻ വല്ല വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. ഒരുപാട് കൗണ്ടർ നവീകരിക്കും. അത് പറഞ്ഞു. ഒരുപാട് കൗണ്ടർ ഇപ്പം ഉള്ളത് സന്നിധാനത്ത് ഇവിടെ തള്ളുന്നത്, അത് മാറ്റി ഇത് നവീകരണം, അതായത് പോലീസുകാരിക്കുന്ന ആ ഭാഗത്തുനിന്ന് അത് 3-4 കൗണ്ടറുകൾ വരും. അതായത് ഇപ്പോൾ നിങ്ങളവിടെ പോയിട്ടുള്ളവരല്ലേ പലരും. ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇരിക്കുന്ന നമ്മുടെ മെയിൻ ക്ഷേത്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ ഓഫീസും അതിൻ്റെ മുമ്പിൽ ഒരു വരാന്തയുണ്ട്, അറിയാമല്ലോ. അവിടെ എപ്പോൾ നോക്കിയാലും ആയിരക്കണക്കിന് ആളുകൾ തങ്ങി. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അയ്യപ്പനെ കണ്ട് ഇത്രയും പേര് ക്യൂ നിൽക്കുകയല്ലേ, ഇവരെന്തിനാണ് ഇവിടെ കിടന്ന് കറങ്ങുന്നത്? കണ്ടു തൊഴുത് പോണ്ടേ? എത്രയും നേരത്തെ അവിടെ ഈ 2 ക്യൂ കൗണ്ടറാണ് അവിടുത്തെ പ്രശ്നം. ദൈവവിഷയ കൗണ്ടർ, അവിടെ കൗണ്ടറിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അപ്പോൾ ആ കൗണ്ടർ എടുത്ത് മാറ്റി താഴെ വിശാലമായിട്ടുള്ള 10-20 കൗണ്ടറുകൾ അതാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഈ ഏരിയ ക്ലീനായിട്ട് കിടക്കണം. ഇവിടെ പിന്നെ മേൽശാന്തിയെ കാണാനും തന്ത്രിയെ കാണാനുള്ള തള്ളേ ഉണ്ടാവുള്ളൂ. വേറെ വല്ല പറയാനുണ്ടോ? വില പെട്ടുവരും. കരുതൽ ഫണ്ട് അല്ലല്ല, ജീവനക്കാർ തീർത്ഥാടകരിൽ നിന്ന് ഞങ്ങൾ പിരിച്ച പൈസയാണത്. അവരുടെ വെൽഫെയറിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് പിരിച്ച പൈസയാണ്, ജനറൽ ഫണ്ടൊന്നുമല്ല. അങ്ങനെയുള്ള ഒരു അബദ്ധം ഇവിടെ കാണിക്കത്തില്ല. ഇത് ഇപ്പോൾ അവിടെ നമുക്കറിയാമല്ലോ, പടി ആണല്ലോ ലിമിറ്റിംഗ് ഫാക്ടർ. 80,000 ഇപ്പോൾ സാധാരണഗതിയിൽ. 80,000 ഒന്നും അല്ല കയറുന്നത് നമുക്കറിയാം. എന്തായാലും ആളുകൾ ക്യൂ നിൽക്കേണ്ടി വരും. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് 80,000 90,000 കൊടുത്തോളൂ. ഈ ക്യൂ നിൽക്കുന്നതിൻ്റെ ക്വാളിറ്റി, അവരുടെ വെയിറ്റിംഗ് ടൈമിൻ്റെ ക്വാളിറ്റി നിയന്ത്രിക്കുകയല്ല, വേറെ ഒന്നും ചെയ്യാനില്ല. അത് നിലയ്ക്കലിൽ കൂടുതൽ സൗകര്യം. അതൊക്കെ ഞാൻ വേറൊരു മീറ്റിങ്ങിൽ പറയാം. നിലയ്ക്കൽ കുറച്ചുകൂടെ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ കലാപരിപാടികൾ പോലും വൈകിട്ട് നടത്തുന്നതിനെ പറ്റി ചിന്തിക്കുകയാണ് നിലയ്ക്കലിലും ഒക്കെ. കാരണം അവർ എത്ര നേരം ചുമ്മാ ഇരിക്കും. അപ്പോൾ തെലുങ്കിലും കന്നഡയിലും ഒക്കെ ചില പാട്ടുകളൊക്കെ കേൾപ്പിച്ച് അവരവിടെ ഇരുത്തി ഈ AI ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, ഇപ്പോൾ റെഡിയാണ്, നിങ്ങൾ പോക്കോ. ഇതിപ്പോൾ അതില്ലാതെ വന്നു കയറി മണിക്കൂറുകളോളം നിൽക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ, 12 മണിക്കൂർ നിന്നു. എന്തിനാത്? അത് നമ്മുടെ ഒരു പ്ലാനിങ്ങിൻ്റെ അഭാവമാണ്. ഈ അത് നിജപ്പെടുത്തിയ ബാക്കിയുള്ളവർ എങ്ങനെ തൊഴും? നമ്മൾ പറയുന്ന ആളല്ലല്ലോ വരുന്നത്. ഒരു ദിവസം 1 ലക്ഷം പേരവിടെ വരുന്നു. ഒരു കാര്യം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ പോകാമെന്ന് വിചാരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ അവിടെ പബ്ലിസിറ്റിയൊക്കെ കൊടുക്കണം. നിങ്ങൾ പിന്നെ ഈ പ്രയർ ബുക്കിംഗ് ഇല്ലാതെ, വിർച്വൽ ക്യൂ ബുക്കിംഗ് ഇല്ലാതെ വരരുത്. ഇവിടെ വന്ന് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കയറാമെന്നുള്ള വിചാരം വേണ്ട. വരരുത്. വന്നാൽ നിങ്ങളുടെ ടൈം സ്ലോട്ടിൽ തൊഴാൻ പറ്റുമോ എന്നുള്ളതിന് വ്യാപകമായ പബ്ലിസിറ്റി കൊടുക്കണം. ഇപ്പോൾ ആളുകൾ അത് ഈ തമിഴിലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് പോയാൽ തൊഴാം. ഇപ്പോഴും പോലീസുകാർ ആരെയും കുറച്ച് തടസ്സപ്പെടുത്തുമെങ്കിലും
ബുക്കിംഗ് ഇല്ലാത്തവരെയും അവസാനം അങ്ങ് കയറ്റും. കാരണം ഇത് ക്ഷേത്രമാണ്, തൊഴാൻ വന്നിട്ട് തൊഴാൻ പറ്റാതെ പോകുന്നൊരവസ്ഥ ഉണ്ടാവരുതെന്ന് വിചാരിച്ച് എല്ലാവരും കയറ്റുന്നുണ്ട്. അത് പതുക്കെ പതുക്കെ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലാതെ 80,000 പേരെ പറ്റുള്ളൂ, 2 മാസങ്ങൾ തിരിച്ചു പോകുമെന്ന് പറയാനുള്ള ഒരു സെറ്റപ്പ് അല്ലല്ലോ അവിടെ. പക്ഷേ നാട്ടുകാരറിയണം, നേരത്തെ ബുക്ക് ചെയ്ത് വരണം. അത് പിന്നെ മകരവിളക്കൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇത് കയ്യിൽ നിന്ന് വിട്ടു പോകുമല്ലോ. എന്നാലും കുറച്ചൊക്കെ ക്രമീകരണങ്ങൾ വരുത്തിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ 18-ാം പടി കൂടെ കയറുന്ന 4,000 പേരിൽ 1 മിനിറ്റ് കയറുള്ളൂ, അല്ല 1 മണിക്കൂറിൽ കയറുള്ളൂ അല്ലേ? ആ അത് പറയാൻ വിട്ടുപോയി. വർഷങ്ങളുള്ള പഴക്കമുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ കർക്കിടക മാസ പൂജ കഴിഞ്ഞാലുടൻ ചിങ്ങം തുടങ്ങുന്നതിന് മുമ്പ്, നമ്മൾ നാട്ടിലൊക്കെ പണ്ട് ആടിയറുതി എന്ന് പറയുമല്ലോ, കർക്കിടക മാസത്തിലാണല്ലോ അത് ചെയ്യുക. കർക്കിടക 30-നാണല്ലോ തൂത്തുവാരി കളയുന്നത് എന്ന് പറഞ്ഞതുപോലെ ഗ്രീൻ കേരള മിഷനുമായിട്ട് നമ്മൾ ധാരണയായി. എന്നിട്ട് ഒരു ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത് സാധാരണ തൂത്തുവാരി സൈഡിലോട്ട് ഇടലല്ല. അങ്ങനെ കാലാകാലങ്ങളിൽ സൈഡിലോട്ട് ഇട്ട മാലിന്യങ്ങൾ മുഴുവൻ നമ്മളിപ്പോൾ പിന്നെ അത് ടെൻഡർ വിളിക്കാൻ പോകണത്, അത് ജോലിക്കാർക്ക് കാശ് കൊടുത്ത് തന്നെ ഇത് മുഴുവൻ വാരിയെടുത്ത് ഗ്രീൻ കേരളയുമായിട്ട് നമ്മളൊരു MOU ആയി അവരിത് കൊണ്ടുപോകാൻ തയ്യാറാണ്. എത്രയെങ്കിലും ടണ്ണുണ്ടാവും. നമ്മൾ എന്തവിടെ പുതുക്കിയാലും ഇതവിടെ കിടക്കുന്നിടത്തോളം കാലം ശബരിമലയിലെ ബാക്ടീരിയൽ ലോഡ് വളരെ വലുതാണ്. അത് ഒഴിവാക്കണമെങ്കിൽ വി ഷുഡ് സ്റ്റാർട്ട് ഓൺ എ ക്ലീൻ സ്ലേറ്റ്, ലിറ്ററലി ക്ലീൻ സ്ലേറ്റിൻ്റെ ഈ ക്ലീനിങ് ആണ് ഇപ്പോൾ നമ്മൾ കർക്കിടകത്തിൽ നടത്താൻ പോകുന്നത്. പിന്നെ ചിങ്ങത്തിൽ ക്ലീനിങ് കുറച്ചുകൂടെ നന്നാക്കിയാൽ മതി. പിന്നെ ഗ്രീൻ പ്രോട്ടോക്കോളൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ നന്നാവും. പിന്നെ ബോധവൽക്കരണമാണ് പ്രധാനം. ആരും മനഃപൂർവ്വം ചെയ്യുന്നില്ല, ദേ ഡോണ്ട് നോ. നോക്കാൻ നമുക്ക് ഇപ്രാവശ്യമൊക്കെ മാറും. ഉണ്ട്, തീരുമാനിച്ചു. എല്ലാ ദിവസവും അന്നദാനം പൂർണ്ണമായിട്ട് നമ്മൾ കോൺട്രാക്ട്, ഒരാളിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. മെനു നമ്മൾ കൊടുക്കുകയാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് സദ്യ, രാത്രി പിന്നെ കഞ്ഞി തന്നെയാണ് പലയിടത്തും പറഞ്ഞിരിക്കുന്നത്. രാവിലെ ഇഡ്ഡലി, ദോശ തുടങ്ങിയ സാധനങ്ങൾ വളരെ മാന്യമായ രീതിയിൽ അവിടെ. അത് എവിടെയൊക്കെ? പിന്നെ പമ്പയിൽ, നിലയ്ക്കലിലും പമ്പയിലും എരുമേലിയിലും സന്നിധാനത്ത് 4 നമ്മളിതിന് പ്രത്യേകം ടെൻഡർ വിളിച്ചു കൊടുക്കും. നിലയ്ക്കലെടുക്കുന്നവൻ പമ്പ അവിടെ എടുക്കരുത്, അവനവിടെ കോൺസെൻട്രേറ്റ് ചെയ്തോണം എന്നുള്ള നിലയ്ക്ക് നമ്മളവിടെ ഇലക്ട്രോണിക് കൗണ്ടർ വയ്ക്കാമെന്ന് വിചാരിക്കണം. നമ്മൾ വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല. എത്ര പേര് കഴിച്ചു, ഇവന് വിഭവങ്ങളെല്ലാം കൊടുത്തു, ഇത്ര അറിഞ്ഞാൽ പോരെ, അതനുസരിച്ച് പൈസ കൊടുക്കണം. ഇതിപ്പോൾ അങ്ങനെയല്ല അവിടുത്തെ സിസ്റ്റം. വെജിറ്റബിൾ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു, ലേബറെ കുറേ സപ്ലൈ ചെയ്യുന്നു, അവൻ കുറേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരെല്ലാം കൂടെ കോമ്പോസിറ്റായിട്ട് കൊടുക്കുക, നമ്മൾ ക്വാളിറ്റി എൻഷുർ ചെയ്യുക, നമ്പർ എൻഷുർ ചെയ്യുക, സുതാര്യത വരുത്തുക എന്നുള്ളതാണ് 2ാമത്തെ പില്ലറാണ് സുതാര്യത. ഒരു നിയന്ത്രണം നേരത്തെ കോടതി ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണമല്ലാതെ ഞങ്ങളായിട്ട് ഒരു അപരാധവും കാണിച്ചിട്ടില്ല. പക്ഷേ മാധ്യമങ്ങളുമായിട്ട് കുറച്ചും കൂടെ വേറെ എന്തെങ്കിലും ഒരു ഫോറം വേണമെന്ന് നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഒരു ഇഷ്യൂ വന്നിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുകയല്ല, വരാനിരിക്കുന്ന ഇഷ്യൂ നമുക്കത് പിന്നെ ചിന്തിക്കാം, സമയമുണ്ടല്ലോ. നവംബറോട് അടുപ്പിച്ചിട്ട് മാധ്യമങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ നിങ്ങളുടെ പ്രവർത്തനം നന്നാക്കാനും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് പ്രത്യേകിച്ച് രൂപരേഖയൊന്നും ഇല്ലെങ്കിൽ അത് നമ്മൾ ധാരണയായിട്ടുണ്ട്. ഒന്നുമില്ല, ഇൻഡിവിജ്വൽ സ്പോൺസർഷിപ്പ് ഞാൻ ഇന്നത് തന്നു കളയാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നവരാരും നമ്മൾ എൻകറേജ് ചെയ്യുന്നില്ല. അതൊക്കെ വഴിപാടായിട്ട് അവിടെ പൈസ കൊണ്ടിടുകയോ എന്താണെന്ന് വെച്ചാൽ കൊടുത്തോളൂ. പക്ഷേ ഞങ്ങൾക്ക് വേണ്ട സ്പോൺസർഷിപ്പ് എന്താണെന്നുള്ളതിനെപ്പറ്റി നമുക്കൊരു ധാരണയായിട്ടുണ്ട് ഇപ്പം. അത് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്പോൺസർ എടുത്ത് മാത്രമേ പോകുന്നുള്ളൂ. വേറെ CSR ഫണ്ടിലോ അല്ലാതെ ഇൻഡിവിജ്വൽ സ്പോൺസേഴ്സിലേക്ക് പോകുന്നില്ല. ഇങ്ങോട്ട് വരുന്ന സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നുമില്ല. ഇനി വരാനുണ്ട്. അല്ല, നേരത്തെയും ഒക്കെ ഉണ്ടാവും, നമുക്കറിഞ്ഞൂടെ. ഞാൻ ഏതായാലും എല്ലാ പ്രമുഖ പത്രങ്ങൾക്കും കൊടുക്കണമെന്ന്. ശർക്കരയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മഹാരാഷ്ട്രയിൽ പരസ്യം കൊടുക്കാൻ പോകും. അവിടെ മഹാരാഷ്ട്രയിലാണല്ലോ ശർക്കര വരുന്നത്. ഞങ്ങൾ മറാഠി ഹിന്ദി പത്രത്തിൽ പരസ്യം കൊടുക്കും. സുതാര്യത അതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം. അക്കാര്യങ്ങൾ നമുക്ക് വേറൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. കാരണം അത് പോലീസുമായിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ചർച്ച വേണം. എന്താണ് ലീഡ് പീരീഡുള്ള കാര്യങ്ങളെ ഇത് തീരുമാനിച്ചിട്ടുള്ളൂ. അത് പോലീസുമായിട്ട് വിശദമായ ചർച്ച ആവശ്യമുണ്ട്. എനിക്ക് തന്നെ അതിനകത്ത് പരാതി അതിപ്പോൾ അവരുമായിട്ടൊന്നും കൂടെ ചർച്ച ചെയ്തോട്ടെ, വേറെ പ്രശ്നങ്ങളില്ലാതെ. ഇനി ഓരോ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. പോലീസുമായിട്ടും ഹെൽത്തുമായിട്ടും ഒക്കെ വിശദമായിട്ടുള്ള ചർച്ച ഉണ്ട്.
ഒന്നുകൊണ്ടറിയണം രണ്ടിൻ്റെ ബലാബലം എന്നാണല്ലോ ഒരു തത്വം. അതുകൊണ്ട് പുതിയ സംഗമങ്ങളൊന്നും തന്നെ ഇല്ല. അയ്യപ്പന് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. ഹി ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ഗോഡ് ഇൻ ദ വേൾഡ്. പഴയ സംഗമവുമായി ബന്ധപ്പെട്ട് ചില കൊടുത്തു തീർക്കാനുള്ള ചില ഇടപാടുകൾ എന്ന് നടന്നുള്ളൂ. അതൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ മുറ പോലെ നടക്കും. ഒരു അക്രഡിറ്റഡ് ഏജൻസി കൊടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ULCC കൊടുക്കുന്നതിനെ പറ്റി ചിന്തിക്കാം. അത് വേറെ, അത് ഞങ്ങളുടെ സംഗമത്തിന് ഞങ്ങൾ കിട്ടിയ കാശൊക്കെ കൊടുത്തു. ഇനി കൊടുക്കാനുണ്ട്. അവരുടെ കണക്ക് അവരവരുടേതെന്ന് ഞങ്ങളുടേതെന്നും പറയുന്ന പൈസ ഇനി കൊടുക്കാനുണ്ട്. അതവിടെ കിടക്കട്ടെ. എല്ലാ പ്രശ്നങ്ങളും തീരും. ചർച്ച ഞങ്ങളുടെ സ്പോൺസർഷിപ്പിൽ കിട്ടിയ തുക, ഈ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയല്ലോ, അങ്ങനെ 4 കോടിക്ക് താഴെ കിട്ടി. GST പോയിട്ട് 3 കോടി സംതിങ് കിട്ടി. അതിനകത്ത് ഇനി കൊടുക്കാൻ ബാക്കി ഉണ്ടായിരുന്ന തുക അവർക്ക് കൊടുക്കുന്നതിൽ വിരോധമൊന്നുമില്ല, അത് കൊടുക്കും. ഞാനീ പറയുന്നതിന് മുമ്പ് ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആ വിഷൻ പ്ലാനിനകത്തെന്നാണ് ഞങ്ങളുടെ പ്രചോദനം. അത് നിങ്ങൾ നോക്കിക്കോണം, അത് എല്ലാവർക്കും തരുന്നുണ്ട്. ഈ വിഷൻ പ്ലാനാണ് ഞങ്ങളുടെ ഒരു ഗൈഡിങ് ഫോഴ്സ്. അതുകൊണ്ടാണ് അക്കോമഡേഷൻ സോണിനകത്ത് പാക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ കോൺക്രീറ്റ് ജംഗിളാക്കാനല്ല ഉദ്ദേശം. അക്കോമഡേഷൻ സോണിൽ ഈ മാസ്റ്റർ പ്ലാൻ അനുവദിക്കുമെന്നൊരു ഉറപ്പ് കിട്ടിയതിലാണ് ഞാനത് പറയാൻ കാര്യം. ഞങ്ങളവിടെ പോയപ്പോൾ ഈ സോണിൽ വേണമെങ്കിൽ ഒരു കെട്ടിടമാകാം. അവിടെയാണെങ്കിൽ അക്കോമഡേഷൻ ഭയങ്കര തള്ളാണല്ലോ. അപ്പോൾ ആ സോണിൽ ചെയ്യുന്നതിന് വിരോധമില്ല. അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 5 to 6 crores മതി നമ്മൾ കണക്കാക്കിയപ്പോൾ. പക്ഷേ ഈ അനുമതികളൊക്കെ വാങ്ങിച്ചിട്ടേ ചെയ്യുള്ളൂ. ചോദിക്കും. അയ്യപ്പ സംഗമത്തിന് ഇനി കൊടുക്കാനുള്ള ബാക്കി തുക കൊടുക്കാൻ ബോർഡ് തയ്യാറാണോ, അല്ലെങ്കിൽ അങ്ങനെയാണ് അതെന്താണ് അവർ അവകാശം അത് ഉന്നയിക്കുന്നുണ്ട്? ഉണ്ട്. ഇതിനകത്തിപ്പോൾ കൂടുതൽ നിഗൂഢതകളൊന്നുമില്ല ഇതിനകത്ത്. അവരുടെ കണക്കനുസരിച്ച് 6 കോടി സംതിങ് ഞങ്ങൾ കൊടുക്കണം. അത് ഞങ്ങളുടെ ഓഡിറ്റർ അതൊന്നും സമ്മതിച്ചിട്ടില്ല. ഞങ്ങളുടെ കണക്കനുസരിച്ചിട്ട് കൊടുക്കേണ്ട പൈസ കൊടുക്കണമെങ്കിൽ തന്നെ ഇനിയും കുറച്ചുകൂടെ കൊടുക്കാനുണ്ട്. ഞങ്ങൾ അംഗീകരിച്ച തുക കൊടുക്കണമെങ്കിൽ തന്നെ ഇത്തിരി കൂടെ കൊടുക്കാനുണ്ട്. ആ തുക ഞങ്ങളുടെ ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ കോടതി ഞങ്ങളെ അനുവദിച്ചിട്ടില്ല. സ്പോൺസർഷിപ്പ് വഴിയേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ സ്പോൺസർഷിപ്പ് വഴി ഇനി നടന്നു പോയൊരു ഇവൻറ്റിന് ഇനി സ്പോൺസർഷിപ്പ് നടന്ന് പിരിക്കാൻ സാധ്യമല്ല. അപ്പോൾ സ്പോൺസർഷിപ്പ് കിട്ടിയ എമൗണ്ട് ഞങ്ങളുടെ കയ്യിലുള്ളത് പൂർണ്ണമായിട്ട് അവർക്ക് കൊടുക്കും. അപ്പോഴും ഞങ്ങൾ തമ്മിലൊരു ചെറിയ വ്യത്യാസം അവിടെ കിടക്കും. അത് കാലാന്തരത്തിൽ നമുക്ക് എന്തെങ്കിലും പരിഹരിക്കാം. കാലം മാറ്റാത്ത മുറിവുകളുണ്ടെന്നൊക്കെ ചോദിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും പരിഹരിക്കാം. ചിലപ്പോൾ അവരുടെ റൈറ്റ് ഓഫ് ചെയ്യുമായിരിക്കും. ബോർഡിൻ്റെ ഫണ്ടിൽ നിന്ന് ഇപ്പോൾ എടുക്കാൻ സാധ്യമല്ല. കാരണം കോഡ് ഹാസ് എക്സ്പ്ലിസിറ്റ്ലി ബാൻഡ് ഡു നോട്ട് ടേക്ക് എനി മണി. ജനറൽ ഫണ്ട് എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് കൊടുത്തൂടെ? കൊടുക്കാൻ പറ്റില്ല. അത് പോരെ, തീർന്നിട്ടില്ല. നല്ലൊരു തീർത്ഥാടനം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് സ്വാഗതം ചെയ്യുക. പക്ഷെ ഈ പലതരത്തിൽ അയ്യപ്പന്റെ സ്വർണം കെട്ട വിഷയം അല്ലെങ്കിൽ ഞാൻ ഒരു പോയിന്റ് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് പിരിയാം. ഈ വിവാദങ്ങളെപ്പറ്റി ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. കാരണം ഞങ്ങളാരും കണ്ടിട്ടില്ല. പക്ഷേ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന വാർത്തകളൊക്കെ തന്നെ ഞങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കുന്ന വാർത്തകളാണ്. ഇതൊന്നും ശബരിമലയിൽ ആവർത്തിക്കരുത്. ഞാൻ ഈ സുതാര്യത, കാര്യക്ഷമത എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് ഇന്നത്തെ ബോർഡ് കൂടിയതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടുത്തെ ഓഡിറ്റ് വിഭാഗത്തിൻ്റെ അടുത്തും വിജിലൻസ് വിഭാഗത്തിൻ്റെ അടുത്തും നമ്മൾ പല കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് അവിടെ ഇതൊക്കെ ആവർത്തിക്കുന്നത്? വാട്ട് ആർ ദ സിസ്റ്റമിക് ഫെയിലിയേഴ്സ്? സിസ്റ്റം ഫെയിലിയർ എന്താണ്? അത് മുഴുവൻ നമ്മൾ ടൈറ്റൻ ചെയ്യും. ഇപ്പോൾ ഇന്ന് ഉദാഹരണത്തിന് നമ്മളതിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വച്ചിരിക്കുകയാണ്. അവിടെ നെയ്യഭിഷേകത്തിന് ആടിയ ശിഷ്ട നെയ്യെ സംബന്ധിച്ചിട്ട് കോടതി തന്നെ ഒരുപാട് മോശമായ പരാമർശങ്ങൾ നടത്തി. പരാമർശങ്ങൾ മോശമാണെന്നല്ല, മോശമായ കാര്യങ്ങളായതുകൊണ്ട് മോശമായ പരാമർശങ്ങൾ നടത്തി. എന്നാൽ ഇതിനി ആവർത്തിക്കരുത്. അവിടെ ആവർത്തിക്കാതിരിക്കാനായിട്ട് താഴെ നിന്ന് എഴുതി വന്ന നിർദ്ദേശങ്ങളുണ്ട്. ഞങ്ങൾക്കത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് അവിടെ ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ശബരിമലയിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം. അതിനുവേണ്ടി നിരന്തരമായിട്ട് ഓഡിറ്റിൻ്റെ ആളോടും ഞങ്ങളുടെ വിജിലൻസുകാരോടും നമ്മൾ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സംഭവിക്കരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഡെയിലി വേജസ് എംപ്ലോയീസ് ഓരോരുത്തർ 50 ലക്ഷം രൂപയും 25-30 ലക്ഷം രൂപ എന്തുകൊണ്ട് സംഭവിക്കുന്നു? മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള വാർത്തകളാൽ
ശബരിമല വാർത്തകളിൽ ഇടം പിടിക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ടാണ് ദേവസ്വം ബോർഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് ഫസ്റ്റ് ലോട്ടേ ആയിട്ടുള്ളൂ. ഇനി ഞങ്ങൾ പുതിയ പുതിയ തീരുമാനങ്ങളുമായി നിങ്ങളെ കാണും. നമുക്ക് വളരെ നിർബന്ധമാണ് ശബരിമല തെറ്റായ വാർത്തകളിൽ സ്ഥാനം പിടിക്കരുത്. ശബരിമല ഷുഡ് ബി നോൺ ഫോർ ഇറ്റ്സ് പോസിറ്റീവ് ന്യൂസ്. അതിലേക്കുള്ളൊരു എളിയ പരിശ്രമമാണ് ഞങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയ്യപ്പൻ്റെ ഇച്ഛ അതാണെങ്കിൽ ഞങ്ങൾ വിജയിക്കും. എനിക്കൊരു ശാഠ്യമില്ല, നന്നായിട്ട് നടത്തണം എന്നുള്ളൊരു ശാഠ്യമല്ല. അയ്യപ്പനെ ഉള്ളു ശാഠ്യം നന്നായിട്ട് നടത്തണം. എനിക്കുമുണ്ട്, അതല്ല വേറെ എന്താ. ഒന്നുമില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വാർത്തയും വാസ്തവമല്ല. ഒന്നുമില്ല, എല്ലാം തീർന്നല്ലോ. താങ്ക് യു വെരി മച്ച്. ഞാൻ പറയേണ്ട കാര്യമില്ല, ഞാനത് പ്രതികരിക്കേണ്ട വല്ല കാര്യമുണ്ട്. അതൊക്കെ താങ്ക് യു. ചായ ഉണ്ടോ?